എന്ത് പറ്റി? ഇന്നലെ ഇവിടെ നിന്ന് ഉറങ്ങിപ്പോയോ? ഓ, രാവിലെ ജോഗിങ്ങിന് വന്നിട്ട് ഉറങ്ങിപ്പോയതായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, വട്ട് കേസ് തന്നെ. ആന്റിക്ക് വീടില്ലേ? ആന്റി ഞങ്ങളുടെ വീട്ടിലേക്ക് വാ. വേണ്ട. ഇത് വെള്ളക്കോഴിയാ, തൂക്കം പോരാഞ്ഞോണ്ടാ. ഇത് നാട്ടുകാരത്ത് മുഴുവൻ പോയി പറഞ്ഞു കൊടുക്കണം കേട്ടാ. നിനക്ക് നല്ല പിടക്കിന കരിമീൻ വേണ? കഴിഞ്ഞ മാസം വാങ്ങിച്ചത്. എനിക്ക് വേണ്ട, പക്ഷേ കൊതിയുള്ളതെല്ലാം വായിക്ക് രുചിയായിട്ട് വാങ്ങിച്ച് കഴിച്ചോ? റെയിൽ പാളത്തിൽ ഒരു പെണ്ണിന്റെ ശവം ഞറിഞ്ഞു കിടപ്പുണ്ട്. എവിടെ? നമുക്ക് പോയി കാണാം. വേണ്ട, അവരിങ്ങോട്ട് വന്ന് കണ്ടോളും. പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോ അത് ആ പെണ്ണിന്റെ ആണെന്നാ തോന്നുന്നത്. ഞാനൊരു പാണിങ് തരാൻ വന്നതാ. ജാമ്യം കിട്ടുന്ന യാതൊരു ഹോപ്പും വേണ്ട. യോഗം ഉണ്ടെങ്കിൽ 10-14 വർഷം കഴിഞ്ഞ് കാണാം. നിന്നെ അവർ തൂക്കി കൊന്നില്ലെങ്കിൽ പാവ എന്റെ ഒരു സുഹൃത്തിന് ഈ ഗതി വന്നു പോയല്ലോ. ഒന്നും പറയണ്ട. സന്ധ്യക്ക് ഇറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ ഉറക്കച്ചറവോടെ കയറി വരുന്ന ജോലി എന്താണെന്നൊക്കെ എനിക്കറിയാം. അത്തരക്കാർക്ക് താമസിക്കാൻ ഇവിടെ ഇടപെടുന്ന കുട്ടി കരുതണ്ട. ഹോട്ടലല്ലേ ഇത്? വേഷം കെട്ട പറയില്ലല്ലോ ഇതാണ് ഉള്ളിലെ വേഷം കെട്ടുന്നത്. നല്ല കുടുംബത്തിൽ പറഞ്ഞ വേറെയും പെൺകുട്ടികൾ ഇവിടെ പെയിൻ ഗസ്റ്റായി കഴിയുന്നുണ്ട്. ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിക്കോണം. കാറും വെട്ടിയൊക്കെ ആയിട്ട് വന്ന് കയറിയപ്പോഴേ ഞാൻ കരുതി ഇത് ഇവിടെ ശരിയാവില്ലെന്ന്. എന്താണോ നോക്കി നിൽക്കുന്നത്? അത് കയറിപ്പോ. കുറെ നേരം നോക്കി നിൽക്കുന്നു. ഏറാടിയല്ലേ? കൃഷ്ണൻ ഏറാടി? അതെ. ആരാ? പട്ടാമ്പിലല്ലേ വീട്? അതെ. ഞാൻ ചെറുപ്പത്തിൽ കണ്ട അതേ മുഖമാ, ഒരു മാറ്റമില്ല. ഇപ്പോഴും ചെറുപ്പക്കാരൻ തന്നെ എന്റെ ഏറാടി മാമൻ. മാമൻ എന്നെ മനസ്സിലായോ? അയ്യേ, മാമന്റെ പഴയ ഓർമ്മശക്തി ഒക്കെ പോയി. പണ്ട് എന്തൊരു ഓർമ്മയായിരുന്നു. ഡൽഹിയിലെ കൃഷ്ണമേന്റെ മോള് ഗീതു. അല്ല, ഏറാടി മാമൻ എല്ലാം മറന്നു. കുഞ്ഞുനാളിൽ ഞാൻ ഇവിടെ വന്നതും ഏറാടി മാമൻ എന്നെ കുതിരപ്പുറത്ത് കയറ്റിയതും വീണ് കൈപ്പൊട്ടിയപ്പോ ഞാൻ അച്ഛനോട് പറയുന്നു പറഞ്ഞപ്പോ ഏറാടി മാമൻ പേടിച്ചതും ഞാനൊന്നും മറന്നിട്ടില്ല. കേട്ടോ, ഞാൻ പറയട്ടെ? ശാലുമോള്, നൈജീരിയയിലെ ഉണ്ണിമാന്റെ മോള്. അല്ല, നാട്ടിൽ നിന്ന് വരുന്ന വഴിയാ. അവിടെ ചെന്നപ്പോ ഇവിടെ വരണമെന്നും എല്ലാരും കാണണമെന്നും തോന്നി. വേണ്ട ഏറാടി മാമ, പ്രിൻസ് ചേട്ടനെ ഞാൻ അകത്ത് പോയി കണ്ടോളാം. പാറു, ഇത് ആരാ വന്നെന്നറിയോ? നമ്മുടെ നൈജീരിയയിലെ ഉണ്ണിമേന്റെ മോള് ശാലിനി. ഇത് പാറൂട്ടിയല്ലേ? അയ്യോ, ഒരുപാട് തടിച്ചുപോയി. എനിക്ക് ആദ്യം കണ്ടിട്ട് മനസ്സിലായില്ല. എന്റെ ഈശ്വര, മോളെ വന്ന കാലം നിൽക്കാൻ അകത്തേക്ക് കയറിയിരുന്നേ. എത്ര വർഷമായി ഇവിടുന്ന് പോയിട്ട്. ഇന്നലെ ഇവിടുന്ന് പോയ പോലെ എനിക്ക്. ആണോ? സ്നേഹമുള്ളവർക്ക് അങ്ങനെ. ചെറുപ്പത്തിലേ കണ്ടതല്ലേ, ഒരുപാടങ്ങ് മാറിപ്പോയി. പക്ഷെ അന്ന് ഇത്ര നിറം ഉണ്ടായിരുന്നില്ലല്ലോ. പ്രിൻസ് മോനെ, പാറുകുട്ടി, മോക്ക് എന്തെങ്കിലും കുടിക്കാനെടുക്ക്. അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ പോയിരിക്കുക. അവര് വന്നിട്ട് മോള് പോയാ മതി. മോള് ഇവിടെ ഇരിക്കും, പാറുകുട്ടി ഇപ്പൊ വരാം. ഈ മുറി മോളുടെതാ. അന്ന് വന്നപ്പോഴും മോൾ ഇവിടെ ഉറങ്ങിയത്. ഞാൻ പോയി പ്രിൻസ് കുഞ്ഞിനെ വിളിച്ചോണ്ടരാം. അവൻ അറിഞ്ഞ വലിയ സന്തോഷാവും. പ്രിൻസ് കുഞ്ഞെ, ഒന്ന് താഴേക്ക് ഒന്ന് നോക്ക്. ആരാ വന്നതെന്ന്. എന്ത് നോക്ക്.
ഇയാൾ കളിപ്പിക്കാതെ കാര്യം പറയണോ? നമ്മുടെ ശാലുമോള് ശാലിനി. ശാലിനിയാ? ഏത് ശാലിനി? പ്രിൻസ് കുഞ്ഞ് വന്നോ? എത്ര നേരമായിട്ട് ശാലുമോള് കാത്തിരിക്കുന്നു. എന്റെ മുഖം ഓർമ്മയുണ്ടോ? ഞാൻ മറന്നിട്ടില്ല. അതെങ്ങനെ മറക്കാൻ? കുട്ടിക്കാലത്ത് രണ്ടുപേരും കൂടെ ആയിരുന്നല്ലോ കൂട്ട്. അതാരാ? അയ്യോ, അത് ഈ കുഞ്ഞിന്റെ കൂടെ നടക്കുന്ന ഒരു വീട്ടിയാ. ഇടയ്ക്കിടയ്ക്ക് വലിഞ്ഞു കയറി ഇവിടെ വരും. ഒരു വകതരവില്ലാത്തവൻ. ശാലിനി, ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ലെന്ന് വിചാരിച്ചു അല്ലേ? ആ മഞ്ഞത്ത് കിടന്ന് ഞാൻ മരിച്ചെന്ന് കരുതിയോ? ഇനിയുള്ള രംഗങ്ങൾ ഭീകരാക്കാൻ വേണ്ടിയാ 5 ഇന്ന് മുതൽ ശാലിനി ആയത്. തന്നെ ഞാൻ നക്ഷത്രക്കാലം എണ്ണിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. രാത്രിക്ക് എന്താ സ്പെഷ്യൽ വേണ്ടത്? കുട്ടിക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. രാത്രിക്കുള്ള സ്പെഷ്യല് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ശരിയായിക്കോളാം. ഇപ്പൊ ശാലിനി മോളുവാ, ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാണ്ട്. കുഞ്ഞാളി കണ്ടതല്ലേ? അത് ശരി, എല്ലാം കെട്ടിപ്പറക്കി എടുത്തോണ്ട് ഇങ്ങോട്ട് പോന്നിരിക്കാനല്ലേ? അതെ, കാശുള്ള ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലെ ഷെൽട്ടർ എനിക്ക് ആവശ്യം. പതുക്കെ പതുക്കെ, എനിക്ക് ചെവിയേക്കാം. ഇപ്പൊ ഇവിടെ നിറയ്ക്കണം. പ്രിൻസ് ആരാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഈ വീട്ടിലെ എല്ലാവരെ കുറിച്ച് അറിയേണ്ടത് മുഴുവൻ അറിഞ്ഞിട്ട് ആഞ്ചി ഇങ്ങോട്ട് വന്നത്. അറിയിക്കേണ്ടവർ മുഴുവൻ അറിയിച്ചിട്ടുണ്ട്. എന്തോന്ന് അറിയിക്കാം? മര്യാദയ്ക്ക് ഇവിടെ നിറയ്ക്കണം. ഇറങ്ങില്ലെങ്കിലോ? ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ? അയ്യോ, വെറും പോലീസിനെ വിളിക്കുന്നത് മോശമല്ലേ? ഐജിമാരെയോ DIGമാരെയോ ഒക്കെ നമുക്ക് വിളിച്ചു വരുത്താം. എന്തിനാ? എന്തിനാ? ഒന്ന് ഓർത്ത് നോക്ക്. ഒന്നും ഓർക്കാനില്ല. എന്റെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. നിന്നെ കണ്ടിട്ടുകൂടിയില്ല. നീ ആരാ? അയ്യോ, ഓർക്കുന്നില്ല അല്ലേ? ഇല്ല. പേരും നാളും ചോദിച്ചിട്ട് നടു റോഡിൽ നിന്ന് കാറിൽ ബലമായി തട്ടിക്കൊണ്ടുപോയത് ഓർമ്മയില്ലെന്നോ? കാറിൽ വെച്ച് താനും വേറൊരുത്തിനും കൂടി എന്നെ മയക്കി മാനഭംഗപ്പെടുത്തത് മറന്നുപോയോ? മാനഭംഗം? അതൊന്ന് ഭംഗം? ഏത് കാറ, ഏത് റോഡ്, ആര് മയക്കി, ആര് മാനഭംഗപ്പെടുത്തി? നടമതാൽ അതിലൊരു പിടുത്തം വേണം കേട്ടോ. ഇതൊക്കെ അങ്ങ് കോടതിയിൽ പറഞ്ഞാൽ മതി. ആ, എന്നെ പോലൊരു മാന്യൻ നിന്നെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അങ്ങ് വിശ്വസിക്കാൻ പോവല്ലേ? എന്തോ തെളിവുണ്ട്? ആ, എന്റെ കോട്ട. അപ്പൊ ഇത് നിങ്ങളുടെയാണല്ലേ? ഈ പീറക്കോട്ട് കാണിച്ചാണോ നീ എന്നെ കോടതി കയറ്റാൻ പോകുന്നത്? ഇത് ആർക്ക് വേണം? സ്ട്രോങ് എവിഡൻസ് ഉണ്ട്, കാണിക്കേ. സ്ട്രോങ് എവിഡൻസ്. എന്റെ ലൈസൻസ്. അയ്യോ, ഞാൻ ആകെ വിഷമിച്ചിരിക്കും. നിനക്ക് ഇവിടെ കാര്യമില്ല. താൻ എന്താ കരുതിയത്? എനിക്ക് ഈ തെളിവുകൾ ധാരാളം മതി. ഒരു രാത്രി കൊണ്ട് തനിക്കൊന്നും നഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ലൈഫാ. ആ തിരിച്ചറിയാൻ കഴിയുമോ എനിക്ക്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് മുതൽ ഈ മുറി എന്റേതാ. ആര് പറഞ്ഞു? ഞാൻ. അച്ഛനോ? ആരച്ഛൻ? അയ്യോ, നമ്പറൊക്കെ അത് തന്നെ. പ്രിൻസോ? അങ്ങനെ ആരും ഇവിടെ ഇല്ല. വെക്കടോ. അയ്യോ, എന്റെ അച്ഛനത്. എന്റെ അച്ഛനല്ല. എല്ലാരും വരും. ഇത് ശാലിനി ആന്റി, കൊച്ചച്ഛന്റെ ഇളയമ്മയുടെ മോള്, നൈജീരിയയിലെ. എരടിമമ്മ, ഞാൻ വന്ന കാര്യം എല്ലാവരും വിളിച്ചറിയിക്കേ. അപ്പൊ ആന്റി ഞങ്ങളുടെ ബന്ധുവാണല്ലേ? ഓ, ഞാൻ ജയം കുഞ്ഞിനെ വിളിച്ച് പറയട്ടെ. ഞാൻ വിളിച്ചോടെ. അച്ഛനെ വിളിച്ച് പറയണം, ജയം കുഞ്ഞിനെ വിളിച്ച് പറയണം. ഒരുപാട് നാള് കഴിഞ്ഞ് കുഞ്ഞിനെ ബന്ധമല്ലേ? അതെ, ആന്റി വന്ന് കേറിയല്ലേ ഉള്ളൂ. നിങ്ങളൊക്കെ പോയി റെസ്റ്റ് എടുക്ക. ചെല്ലപ്പോ എല്ലാരും പോയി. താനും പോ. അപ്പോ ആന്റി റെസ്റ്റ് എടുക്കണം. പ്രിൻസ് MP വിളിച്ച് പറയുന്നു, MP മിനിസ്റ്റർ വിളിച്ച് പറയുന്നു. അങ്ങനെ ഞാൻ ഷൈൻ ചെയ്യുന്നു. മൊത്തത്തിൽ ശുക്രദശ. എവിടെ പ്രിൻസേ? പ്രിൻസേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. നാട്ടിൽ നിന്ന് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. അവന്റെ ഒരു കാര്യത്തിന് നിന്റെ ഹെൽപ്പ് വേണം. ഞാനും നിന്നെ കാണാൻ കാത്തിരിക്കായിരുന്നു. ആണോ? ആദ്യം എനിക്ക് എന്തെങ്കിലും കഴിക്കണം. വല്ലാതെ വിശക്കുന്നു. ചൂടായിട്ട് എന്തുണ്ട്? ചൂടായിട്ട് ഹലോ. സ്വന്തം സുഹൃത്തിനാണ് അടി. ഒന്നിനൊരു പരിഹാരമല്ല. ഞാൻ കള്ള മരുന്ന് കുടിച്ചിരിക്കുകയാണ്. വേണ്ട വേണ്ട, എന്നെ അടിക്കാനില്ലേ? അടിക്കാനില്ലേ? എന്താ? എല്ലാത്തിനും കാരണം ഈ തെണ്ടി നാരയുടെ കൂട്ടുകാരന്റെ കാമുകയാണെന്ന് കരുതിയാ തട്ടിക്കൊണ്ടുവന്ന്. ഒന്നും മനഃപൂർവ്വമല്ല. ചെല്ലേ, കുട്ടി പോയി ഇവന്റെ കൂടെ താമസിക്കേ. വിളിച്ചോട്ട് പോരാ അവളെ. വിധിയുടെ ക്രൂരമായ വിളയാട്ടത്തിൽ നമുക്ക് കഴിഞ്ഞെല്ലാം മറക്കാം. ഇതെങ്ങനെ മറക്കും? ഈ ചെറ്റ് തരമൊക്കെ കാണിച്ച് ഇവന്റെ ഒരു കോംപ്ലിമെന്റ്. കൊച്ചു അതേ സമയം കളാതെ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോ. നമുക്ക് പത്രത്തിൽ ഒരു തിരുത്തു കൊടുത്താലോ? പത്രത്തിൽ ഒരു തിരുത്തുകൊണ്ട് മാത്രം തിരുത്തപ്പെടാവുന്ന തെറ്റല്ല നിങ്ങൾ രണ്ടുപേരും ചെയ്തത്. നിങ്ങളല്ല, ഇവൻ, ഈ മരങ്കോടൻ.
2 ആഴ്ച മുമ്പ് നിശ്ചയിച്ച് ഉറപ്പിച്ച എന്റെ കല്യാണം ഇതുകൊണ്ട് തെറ്റിപ്പിരിഞ്ഞു. അറിയോ, നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേര് ചീത്തയായി. ഈ ബാംഗ്ലൂരിൽ വളരെ കഷ്ടപ്പെട്ട ഞാൻ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തിയത്. അവർ തന്നെ ഇറക്കി വിട്ടു. പത്രത്തിൽ ഒരു തിരുത്തോണ്ട് ഇതൊക്കെ തിരിച്ചു തരാൻ പറ്റും നിങ്ങൾക്ക്? 15-ാം തീയതി എന്നെ കൊണ്ടുപോകാൻ എന്റെ ഡാഡി വരും. തമിഴ്നാട് കാഡറിലുള്ള ഒരു IPS ഓഫീസർ എന്റെ ഡാഡി. ഡിപ്പാർട്ട്മെന്റിലെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് വേണ്ടിയാണ് ഡൽഹി പോയിരിക്കുന്നത്. അദ്ദേഹം മടങ്ങി വന്നിട്ട് വേണം എനിക്ക് കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാൻ. അതുവരെ നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. ഡാഡി പറഞ്ഞാൽ ചിലപ്പോ ജീവിതം മുഴുവനും. പ്രിൻസേ, പ്രിൻസേ, എവിടെ പോയാ അവളെ കൂട്ടി കൊണ്ടുവന്നത്? അയ്യേ, ഇത് നാട്ടുകാർ കാണും. ഇങ്ങനെ കിടന്ന് തുള്ളി ഇതൊക്കെ ഇടിഞ്ഞു വീഴും. വീണോട്ടെ. താമസിക്കാൻ ഒരു സ്ഥലം തന്നു കരുതി എന്ത് പോക്കത്തരവും കാണിക്കരുത് കേട്ടോ. ഇടോ, തന്നോട് ഞാൻ ഒരു തെറ്റ് ചെയ്തു, സമ്മതിച്ചു. ഡാഡി വരുന്നവരെ താമസിക്കാൻ 15 ദിവസം. അത് ഈ വീട്ടിൽ തന്നെ വേണമെന്ന് നിർബന്ധിക്കുന്ന എന്തിനാ? വാശി പിടിക്കല്ലേ, നല്ല കുട്ടിയല്ലേ. ഇവിടെ അടുത്തൊരു വിമൻസ് ഹോസ്റ്റലുണ്ട്. 15 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നോ, ഡാഡി വരുമ്പോ എനിക്ക് നിങ്ങളെ കയ്യോടെ കാണിച്ചു കൊടുക്കണം. എന്തിനെന്നോ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ചൂണ്ടിക്കാണിക്കാൻ. അതിന് ഉത്തരവാദി നിങ്ങളാണെന്ന് പറയാൻ. താൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല. അതിന് തെളിയിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ശരി, സമ്മതിച്ചു. അങ്ങനെ നടന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ഡാഡി വന്നിട്ടല്ലേ അതിനൊരു തീരുമാനമാവൂ. അഞ്ജു, ഞാൻ പറയുന്നേക്കെ, ഹോസ്റ്റലിലാവുമ്പോ അഞ്ജുവിന്റെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളുണ്ട്. നല്ല ജോളിയായിട്ട് ഹാപ്പി ആയിട്ട് അവിടെ താമസിക്കാം. ഇത്ര ഞാൻ മര്യാദയ്ക്ക് പറയുന്നു. ഇനി മര്യാദ അല്ലാത്ത ഭാഷ വേണമെങ്കിൽ അങ്ങനെ ഞാൻ പറയാം. എന്തായാലും ഇന്ന് ഇവിടുന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ. കൊന്നുകളെ ഞാൻ കേട്ടോ.